ഖുർആൻ അത്ഭുതങ്ങൾ അവസാനിക്കുന്നില്ല. 16-ാം ഭാഗം. കുടിവെള്ളം മുട്ടിയാൽ എന്തു ചെയ്യും? ബിസ്മില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഴ ഒരു ജലശുദ്ധീകരണ പ്രക്രിയ കൂടിയാണ്. ഭക്ഷണമില്ലാതെ നമുക്ക് കുറേ ദിവസങ്ങൾ ജീവിക്കാം. എന്നാൽ വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? നമ്മളെന്തൊക്കെ കാര്യത്തിന് നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ട വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളം. നമുക്ക് കുടിക്കാൻ, ശുദ്ധിയാക്കാൻ, കുളിക്കാൻ, ഭക്ഷണം പാചകം ചെയ്യാൻ, നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾക്ക് ജീവിക്കാൻ, വളരാൻ, നമുക്ക് ഭക്ഷണം തരുന്ന സസ്യലതാദികൾക്ക് വളരാൻ, ജീവിക്കാൻ, ഇതിനൊക്കെ വെള്ളം അത്യാവശ്യമാണ്. ജീവൻ്റെ അതിപ്രധാനമായ ഘടകമാണ് വെള്ളം. ഈ കുടിവെള്ളം മുട്ടിയാൽ നമ്മുടെ ജീവിതം തന്നെ അവസാനിച്ചു എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. അല്ലാഹു സൂറത്തുൽ മുൽക്ക് 30-ാമത്തെ ആയത്തിൽ അല്ലാഹു ചോദിക്കുന്നു, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ വെള്ളം, നിങ്ങൾ കുടിക്കുന്ന ഈ വെള്ളമുണ്ടല്ലോ, അത് വറ്റിപ്പോയാൽ ആരാണ് പിന്നെ നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊണ്ടുവന്ന് തരിക? കുടിവെള്ളം മുട്ടിയാൽ എവിടെ നിന്നാണ് പിന്നെ നിങ്ങൾക്ക് വെള്ളം കിട്ടുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചോദ്യം. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ വാഖിഅയിൽ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സൂറത്തുൽ വാഖിഅ 68-ാമത്തെ ആയത്ത്. അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. നിങ്ങൾ ഈ ദിവസേന ഒരുപാട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നില്ലേ? അതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഈ വെള്ളം എവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത്? എങ്ങനെയാണ് നിങ്ങൾ കുടിക്കുന്ന ഈ ഗ്ലാസ്സിലെ വെള്ളം നിങ്ങളുടെ ഗ്ലാസ്സിലെത്തിയത്? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ. മേഘത്തിൽ നിന്ന് നിങ്ങളാണോ അത് ഇറക്കിയത് ഭൂമിയിലേക്ക്? അം നഹ്നുൽ മുൻസിലൂൻ. അതല്ല നമ്മളോ? അല്ലാഹു മറ്റൊരു സ്ഥലത്ത് ചോദിക്കുന്നത്, അന്നാ സബബ്നൽ മാഅ സബ്ബ. നാം വെള്ളം ഇങ്ങനെ നിങ്ങൾക്ക് കമിഴ്ത്തിത്തന്നു, ഇറക്കിത്തന്നു. അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ ഇറക്കിയത്? അതല്ല നമ്മളോ? എന്നിട്ട് അല്ലാഹു പറയാണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജ ഫലൗലാ തഷ്കുറൂൻ. അല്ലാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഈ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ഇറക്കിത്തരുന്ന ഈ വെള്ളം അത് ഉപ്പുവെള്ളമാക്കാമായിരുന്നു. കാരണം ഭൂമിയിൽ, കടലിലൊക്കെ ഉപ്പുവെള്ളമാണല്ലോ ഉള്ളത്. ഈ ഉപ്പുവെള്ളം അല്ലാഹു ആകാശത്തേക്ക് കൊണ്ടുപോയി, ആകാശത്തേക്ക് നീരാവിയാക്കി കൊണ്ടുപോയി അവൻ്റെ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് ശുദ്ധജലമാക്കി ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു വരുന്നില്ലേ? അവൻ വിചാരിച്ചിരുന്നുവെങ്കിൽ ഈ വെള്ളത്തെ അവൻ ഉപ്പുവെള്ളമാക്കി മാറ്റുമായിരുന്നു. അപ്പം നിങ്ങളുടെ ഈ ഭൂമിയിലുള്ള വൃത്തികെട്ട മാലിന്യം നിറഞ്ഞ വെള്ളത്തെ ശുദ്ധജലമാക്കി പ്യൂരിഫൈ ചെയ്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരുന്നത് ആരാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സൂറത്തുൽ കഹ്ഫിൽ പണക്കാരനായ സുഹൃത്തിനോട് പാവപ്പെട്ട സുഹൃത്ത് പറയുന്നുണ്ടല്ലോ, നിന്റെ തോട്ടം ഒരുപക്ഷെ നശിച്ചു പോകാം, അങ്ങനെ അത് ചതുപ്പ് നിലമായേക്കാം. പിന്നീട് ആ സുഹൃത്തിനോട് പറയുന്നുണ്ട്, ഔ യുസ്ബിഹ മാഉഹാ ഗൗറ ഫലൻ തസ്തതിഅ ലഹു തലബ. സൂറത്തുൽ കഹ്ഫ് 41-ാമത്തെ ആയത്ത്. ഇല്ലെങ്കിൽ ഇതിലെ വെള്ളം അങ്ങ് വറ്റിപ്പോയേക്കാം. നിന്റെ ഈ പാടത്ത്, നിന്റെ ഈ തോട്ടത്തിൽ ഇപ്പോൾ വെള്ളമുണ്ടായത് കൊണ്ടല്ലേ ഈ തോട്ടമൊക്കെ ഇങ്ങനെ നന്നായി വളർന്ന് പന്തലിച്ച് പഴം കായ്ച്ച് നിൽക്കുന്നത്.
വെള്ളമങ്ങ് വെട്ടിപ്പോയാൽ നീ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം മഴ നൽകുന്നത്, നിങ്ങൾക്ക് വെള്ളം തരുന്നത് അള്ളാഹുവാണ്. അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ അടിസ്ഥാന കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ജലത്തിൻ്റെ അധികാരി അള്ളാഹുവാണ്. ജലം വിതരണം ചെയ്യുന്നത് അള്ളാഹുവാണ്. എന്നാൽ ഈ അധികാരം കൈവശപ്പെടുത്തി വലിയ പരമാധികാരി ചമഞ്ഞ് ഏകാധിപതികളായി മാറിയ ചിലരെക്കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, ചില ധിക്കാരികളെക്കുറിച്ച്. അതിൽപ്പെട്ട ഒരാളാണ് ഫിർഔൻ. വനാദാ ഫിർഔനു ഫീ ഖൗമിഹി ഖാല യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ. ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് ഫിർഔൻ പറഞ്ഞില്ലേ, ഈജിപ്തിൻ്റെ അധികാരം എനിക്കാണ്, ഞാനാണ് ഈജിപ്തിൻ്റെ പരമാധികാരി. എന്നിട്ട് ഫിർഔൻ പറഞ്ഞത് വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി അഫലാ തുബ്സിറൂൻ. ഈജിപ്തിൻ്റെ അധികാരം എനിക്കാണ് എന്ന് മാത്രമല്ല, ഇതിലൂടെ ഒഴുകുന്ന നദികൾ എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ആർക്ക് വെള്ളം വേണം എന്നത് ഞാനാ തീരുമാനിക്കുക. വെള്ളത്തിൻ്റെ അധികാരി ഞാനാണ്. ഫിർഔൻ അന റബ്ബുക്കുമുൽ ആല എന്ന് പറഞ്ഞ ആളാണല്ലോ. അപ്പോൾ ഫിർഔൻ പറഞ്ഞതായി ഖുർആൻ സൂറത്തു സുഖ്റുഫ് 51-ാമത്തെ ആയത്തിൽ ഉദ്ധരിക്കുകയാണ്, വഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി. ഈ നദികൾ ഇതൊക്കെ എൻ്റെ അധികാര പരിധിയിലൂടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ, നിങ്ങളുടെ കുടിവെള്ളം ഞാൻ മുട്ടിക്കും എന്നാണ് ഫറോവ ജനങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ഈ എൻ്റെ അധികാരത്തിൽപ്പെടുന്നതാണ് വെള്ളം. ഞാൻ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വെള്ളം മുടക്കും. ഇതേ ഫറോവയെ, എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണ് വെള്ളമെന്ന് അവകാശപ്പെട്ട ഇതേ ഫറോവയെ അതേ വെള്ളത്തിൽ തന്നെ അള്ളാഹു മുക്കിക്കൊന്നു എന്നത് എന്തൊരു ചരിത്രത്തിൻ്റെ ഒരു കാവ്യനീതി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫഅഗ്റഖ്നാഹു വമൻ മഅഹു ജമീഅ, സൂറത്തുൽ ഇസ്രാ 103-ാമത്തെ ആയത്ത്. അവനെ നാം മുക്കിക്കൊന്നു. ആ വെള്ളത്തിൽ തന്നെ അവനെയും അവൻ്റെ കൂടെയുള്ളവരെയും അവൻ്റെ കൂട്ടാളികളെയും മുക്കിക്കൊന്നു. വെള്ളത്തിൻ്റെ മേലുള്ള പരമാധികാരം അവകാശപ്പെട്ട ഫറോവയെ വെള്ളത്തിൽ തന്നെ മുക്കി നശിപ്പിക്കുക എന്നതാണ് അള്ളാഹു ചെയ്തത്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് കുടിക്കാൻ പാകത്തിൽ വെള്ളം ഭൂമിയിൽ ഭദ്രമാക്കി ഒരുക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, വേറെ ആർക്കും അതിന് കഴിയുകയുമില്ല. അത് അള്ളാഹു ചെയ്തതാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ. ആകാശത്ത് നിന്ന് കൃത്യമായ അളവോടുകൂടി നാം വെള്ളം താഴേക്ക് മഴയിലൂടെ വർഷിപ്പിച്ചു തന്നിരിക്കുന്നു. ഫഅസ്കന്നാഹു ഫിൽ അർള്. അതിനെ ഭൂമിയിൽ താമസിപ്പിച്ചു, തങ്ങി നിൽക്കുന്നതാക്കി. അത് മുഴുവൻ ഒഴുകി അങ്ങ് ഒറ്റയടിക്ക് കടലിലേക്ക് പോയിരുന്നെങ്കിൽ നിങ്ങൾ കുടിവെള്ളത്തിന് പിന്നെ എവിടെ പോകും? വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. വേണമെങ്കിൽ അതൊക്കെ മുഴുവൻ പോക്കിക്കളയാനും നമുക്ക് കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ ഇനി നടക്കാനുള്ള യുദ്ധം വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് എന്നൊക്കെ പറയാറുണ്ട്. വെള്ളത്തിന് വേണ്ടിയുള്ള സമരം നമുക്കറിയാം. ഭൂസമരമുണ്ട്, ജലസമരമുണ്ട്. വെള്ളത്തിന് വേണ്ടിയുള്ള മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ഇടപെടൽ അള്ളാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. മദീനിലെ ഒരു കിണറിൻ്റെ അടുത്ത് അദ്ദേഹം വിശ്രമിക്കുമ്പോൾ അവിടെ വെള്ളം കോരുന്നവരിൽ നിന്ന് മാറി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ, അവർ ആണുങ്ങളൊക്കെ വെള്ളമെടുത്ത് കഴിഞ്ഞ് വൈകുന്നേരമായിട്ടാണ്, ഇരുട്ടിയതിന് ശേഷമാണ് അവർക്ക് വെള്ളം കിട്ടുക. അതുവരെ അവരുടെ കാത്തു നിൽക്കണം. അത്തരമൊരു സന്ദർഭത്തിൽ അവിടെ ഇടപെട്ട് ആ പെൺകുട്ടികൾക്ക് കൂടി കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഇടപെട്ട മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ചരിത്രം അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എടുത്തുദ്ധരിക്കുന്നുണ്ട്. അവിടെ അഥവാ കുടിവെള്ളത്തിൻ്റെ പേരിൽ നീതി നിഷേധിക്കപ്പെടുന്ന പെണ്ണായതുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളായതുകൊണ്ട് നിഷേധിക്കപ്പെടുന്ന ആളുകൾക്ക് കുടിവെള്ളത്തിന് വേണ്ടി അദ്ദേഹം ഇടപെടുകയാണ്. ഫറോവയിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട സമൂഹം ബനൂ ഇസ്രായേലർ, അവരെയും കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അവരുടെ ഭക്ഷണമില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല എന്ന പ്രശ്നം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തീർത്തു കൊടുക്കുന്നത്, അഥവാ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അവർക്ക് പരിഹരിച്ചു കൊടുക്കുന്നുണ്ട്. ദാഹിച്ചു വലഞ്ഞ ആ ജനതയുടെ പ്രയാസം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. തൻ്റെ വടി കൊണ്ട് പാറയിൽ അടിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെടുന്നത്. അതടിച്ചപ്പോൾ
12 ഗോത്രങ്ങൾക്ക് വേണ്ടി 12 നീരുറവകൾ, 12 അരുവികൾ ആ പാറമടക്കുകളിൽ നിന്ന് പൊട്ടിയൊഴുകി പാറമടക്കുകളിൽ നിന്ന് നദികളായി അരുവികളായി ഒഴുകുകയാണ്. വൈദിസ്തസ്ഖാ മൂസാ ലിഖൗമിഹി ഫഖുൽന ദ്രിബ് ബിഅസാക്കൽ ഹജർ ഫൻഫജറത് മിൻഹു 12 ഐന. മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് വെള്ളത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നാം മൂസയോട് പറഞ്ഞ ഫഖുൽന ദ്രിബ് ബിഅസാക്, നിന്റെ ആ വടി കൊണ്ട് ആ കല്ലിനെ അടിക്ക്, പാറയെ അടിക്ക്. അങ്ങനെ അടിച്ചപ്പോഴോ ഫൻഫജറത് മിൻഹു 12 ഐന, അത് 12 അരുവികളായി പൊട്ടിയൊഴുകി. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ബനൂ ഇസ്രായേലിയർക്ക് നൽകിയ കുടിവെള്ളത്തിൻ്റെ അനുഗ്രഹം ഓർമ്മപ്പെടുത്തുന്നത്. വെള്ളം, അതുപോലെ തന്നെ അഗ്നി, വായു, ഇതൊക്കെ പൊതുജനങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ നിലപാട്. വെള്ളം, തീ, വായു ഇതൊക്കെ പൊതുജനങ്ങളുടേതാണ്. അതുകൊണ്ടാണ് മദീനയിൽ ഒരു ജൂതൻ ആ കിണറിൽ നിന്നുള്ള വെള്ളം വലിയ ലാഭത്തിൽ വിൽക്കുന്നത് കണ്ടപ്പോൾ അത് വിലക്ക് വാങ്ങി ജനങ്ങൾക്ക് കൊടുക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തൻ്റെ അനുയായികളെ ഉപദേശിച്ചത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പൊന്നും വില കൊടുത്തിട്ടാണ് അത് വാങ്ങി പൊതു സ്വത്താക്കി മാറ്റിയത്. ബിഉർ ഉസ്മാൻ എന്ന് നമുക്ക് മദീനയിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. ഉസ്മാൻ നബിയുടെ കിണർ. അത് ആ ഒരൊറ്റ കാര്യം വെച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത്. അപ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളോട് അള്ളാഹു ആവശ്യപ്പെടുന്നത് കുടിവെള്ളം കുടിക്കുക, കുടിവെള്ളം ഉപയോഗപ്പെടുത്തുക, എല്ലാവർക്കും അത് നൽകുക, നന്ദികേട് കാണിക്കാതിരിക്കുക, അഹങ്കാരികളാകാതിരിക്കുക, പടച്ചവനിലേക്ക് കൈ ഉയർത്തുക, പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. നൂഹ് അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നുണ്ടല്ലോ, ഫഖുൽതുസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പശ്ചാത്തപിച്ച് മടങ്ങുക, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, അവൻ ആകാശത്ത് നിന്ന് നിങ്ങൾക്ക് ധാരാളം മഴ വർഷിച്ചു തരും. ആര്? അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിച്ചാൽ അവൻ നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, അങ്ങനെ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. നമുക്കുള്ള നൽകുന്ന ഈ വെള്ളത്തിനെ കുറിച്ച് മാഉൻ മുബാറക്, അനുഗ്രഹീതമായ ജലം. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, ആകാശത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് അനുഗ്രഹീതമായ വെള്ളം വീഴ്ത്തി തന്നു. ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ്, സൂറത്ത് ഖാഫ് 9-ാമത്തെ ആയത്ത്. അതിൽ നിന്ന് വിവിധ തരത്തിലുള്ള തോട്ടങ്ങൾ, അതിൽ നിന്ന് കൊയ്തെടുക്കാൻ പറ്റുന്ന ധാന്യങ്ങൾ, ഇതൊക്കെ അവൻ ഉൽപ്പാദിപ്പിച്ചു തന്നു. ഇനി വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ത്വഹൂറ, അങ്ങനെ അല്ലാഹു പറയുന്നുണ്ട് സൂറത്തുൽ ഫുർഖാൻ 48-ാമത്തെ ആയത്ത്. ആകാശ ലോകത്ത് നിന്ന് അവൻ നിങ്ങൾക്ക് മാനത്ത് നിന്ന് ശുദ്ധമായ ജലം ഇറക്കി തന്നു. ഇവിടെ നിന്ന് എത്ര അശുദ്ധമായ ജലമാണ് നിങ്ങളുടെ ഭൂമിയിലുള്ളതെങ്കിലും, എത്ര ഉപ്പ് നിറഞ്ഞതാണെങ്കിലും, വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ത്വഹൂറ, മാഉൻ ത്വഹൂർ, ശുദ്ധജലം, നമുക്ക് ശുദ്ധിയാക്കാൻ ഉപയോഗിക്കാവുന്ന ജലം അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്ത് നിന്ന് ഇറക്കി തന്നു എന്നാണ്. എത്ര അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ളത്. ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദികേടാണോ കാണിക്കുന്നത് എന്നാലോചിച്ച് നോക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.